സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേം. സാറ്, ചൈന ആയുധശേഷിയിൽ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക വളരെ വലിയ ഒരു സൈനിക ശക്തി തന്നെയാണ് ചൈന, പ്രത്യേകിച്ച് അവരുടെ നേവി വിഭാഗം. നമുക്കുള്ളതിനേക്കാൾ വലിയ ഒരു കപ്പൽ നിര തന്നെ ചൈനീസ് നേവിക്കുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം നമുക്ക് ഉടലെടുത്തേക്കാം, ഇത്ര വലിയൊരു വെല്ലുവിളിയെ നമ്മുടെ നേവി അല്ലെങ്കിൽ നമ്മുടെ സേന ഏത് രീതിയിലായിരിക്കും അതിനെ നേരിടുക? ലോകത്തെ ഏറ്റവും വലിയ നേവിയാണ് ഇന്ന് ചൈനയ്ക്കുള്ളത്. ചൈനീസ് നേവിയുടെ പേര് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി എന്നാണ്, PLAN. അവർക്ക് 750ഓളം പൂർണ്ണ യുദ്ധസന്നദ്ധമായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്നാണ്. അതായത് അതിൽ അന്തർവാഹിനികളും എല്ലാം ഉൾപ്പെടും. അങ്ങനെ 750 യുദ്ധയാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ സ്ഥാനത്ത് ഇന്ത്യക്ക് 150, 170 ആ ഒരു റേഞ്ചിലേ വരികയുള്ളൂ. എത്ര വലിയ വ്യത്യാസമാണെന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അമേരിക്കൻ നേവിയേക്കാൾ വലിയ നേവിയാണ് ചൈനീസ് നേവി, PLAN. അപ്പോ സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ട്, ഇത്രയും വലിയ ഒരു നാവിക ശക്തിയെ ഇന്ത്യ എങ്ങനെ നേരിടും? അപ്പോ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഒന്ന് പൊരുതാൻ പോലുമുള്ള ഒരു സാധ്യതയില്ലല്ലോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. പക്ഷേ ഈ ഒരു എണ്ണത്തിലുള്ള ഈ ഒരു വ്യത്യാസം നിലനിൽക്കുമ്പോഴും ഇതിനെ നേരിടാനായിട്ട് വളരെ കൃത്യമായ ഒരു പദ്ധതി ഇന്ത്യക്കുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയിൽ വികസിപ്പിച്ചെടുത്ത കപ്പൽ വേധ മിസൈലുകൾ. ഈ കപ്പൽ വേധ മിസൈലുകൾ ആന്റിഷിപ്പ് മിസൈലുകളിൽ ഹൈപ്പർസോണിക്, ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് മിസൈലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നേവൽ ആന്റിഷിപ്പ് മിസൈൽ എന്ന ഹെലികോപ്റ്ററിൽ നിന്നും പ്രയോഗിക്കാവുന്ന മിസൈലുണ്ട്. അതുപോലെ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൈഡ് ഫയർ മിസൈലുണ്ട്. ഈ ഗ്ലൈഡ് ഫയർ ഒരു സൂപ്പർസോണിക് മിസൈലാണ്. അതുകൂടാതെ നമ്മുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ ബ്രഹ്മോസ് തന്നെയാണ്, ആന്റിഷിപ്പ് ബ്രഹ്മോസ് മിസൈൽ. ബ്രഹ്മോസ് മിസൈൽ പല വെർഷൻ ഉണ്ട്. കരയിൽ നിന്നും കരയിലേക്ക് വിടുന്നത്, ആകാശത്ത് നിന്നും കരയിലേക്ക് വിടുന്നത്, കരയിൽ നിന്നും കടലിലേക്ക് വിക്ഷേപിക്കുന്നത്, കപ്പലിൽ നിന്നും കപ്പലുകൾക്കെതിരെ പ്രയോഗിക്കുന്നത്. അപ്പോ ബ്രഹ്മോസിന്റെ പല വെർഷനുകൾ തൊട്ട് ഹൈപ്പർസോണിക് മിസൈൽ വരെയുള്ള മിസൈലുകൾ, അതാണ് ഇന്ത്യ ചൈനയ്ക്ക് കൊടുക്കുന്ന മറുപടി. ഇതുകൂടാതെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളും അതുപോലെ തന്നെ പടിഞ്ഞാറ് ലക്ഷദ്വീപും, ഇത് രണ്ടും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിലെ ഗേറ്റ് വേകളാണ്. പ്രത്യേകിച്ചും ചൈനയെ സംബന്ധിച്ച് പ്രസക്തിയുള്ളത് മലാക്ക കടലിടുക്കിന്റെ സമീപത്തുള്ള ഇന്ത്യയുടെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിസൈലുകളാണ്. ഇത് സ്വാഭാവികമായിട്ടും ചൈനയിലേക്കുള്ള ഏതൊരു കപ്പൽ, അതായത് ചരക്ക് കപ്പൽ നീക്കത്തെയും ഒരു 2-3 മിസൈൽ വിട്ടാൽ മതി, അതോടുകൂടി ആ ചരക്ക് നീക്കം നിലയ്ക്കും. ഇത് ചരക്ക് നീക്കത്തിന് മാത്രമല്ല, സൈനിക കപ്പലുകൾക്ക് നേരെയും പ്രയോഗിക്കാൻ പറ്റുന്ന മിസൈലുകളാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇറാന് മിസൈലും ഇല്ല, അവർക്ക് വേണ്ട രീതിയിലുള്ള കപ്പലുകളും ഒന്നുമില്ല, പക്ഷെ എന്നിട്ട് പോലും അവരുടെ ചെറിയ ബോട്ടുകൾ കൊണ്ട്, അതായത് ഈ സ്ഫോടക വസ്തു നിറച്ച ബോട്ടുകൾ കൊണ്ട് എങ്ങനെയാണ് ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം അവർ സ്തംഭിപ്പിച്ചതെന്നുള്ളത് നമുക്കറിയാം. അപ്പോ തീരത്തോട് ചേർന്ന് കരയുള്ള രാജ്യങ്ങൾക്കുള്ള ഒരു ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് അവിടെ ഇന്ത്യക്കുണ്ട്. മലാക്ക കടലിടുക്കിലൂടെയാണ് ചൈനയിലേക്ക് പോകുന്ന വ്യാപാരത്തിന്റെ ഒരു 80% കടന്നുപോകും. അപ്പോ അത് മറ്റൊരു കാര്യം. മുഖ്യമായിട്ടും നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയുടെ ആ മിസൈൽ ശക്തിയെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതില് ഇന്ത്യയുടെ ആ കപ്പൽ വേധ മിസൈലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് ബ്രഹ്മോസ് മിസൈലുകൾ തന്നെയാണ്. സൂപ്പർസോണിക് വേഗതയുള്ള ബ്രഹ്മോസ് മിസൈലുകളെ തടുക്കാനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനം ഒന്നും തന്നെ ചൈനീസ് കപ്പലുകൾക്കില്ല. അത് വളരെ കൃത്യമായ, വളരെ കാര്യക്ഷമതയോടെ ലക്ഷ്യസ്ഥാനത്തെ തകർക്കുന്ന സൂപ്പർസോണിക് മിസൈലാണ് ബ്രഹ്മോസ്. സർക്കുലർ എറർ പ്രോബബിലിറ്റി ഒക്കെ 1 മീറ്ററിൽ താഴെയാണ്.
അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ഒരു മിസൈല് ആക്രമണത്തെ നേരിടുന്നതിൽ ചൈനയ്ക്ക് വലിയ പരിമിതികളുണ്ട്. ഇനി മറ്റൊരു കാര്യം, അത് 3 തരത്തിലുള്ള റേഞ്ച് ഉള്ളതുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ കയ്യിൽ. ഇന്ത്യ മറ്റു രാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നത് അതിന്റെ ഏറ്റവും പ്രാഥമികമായ വെർഷനാണ്. അതാണ് 290 കിലോമീറ്റർ, അതായത് 300 കിലോമീറ്റർ താഴെ റേഞ്ചുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈല്. അത് ആണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത് നമ്മൾ അതിന്റെ ഒരു ദൈർഘ്യം വർദ്ധിപ്പിച്ച്, അതായത് അതിന്റെ റേഞ്ച് വർദ്ധിപ്പിച്ചിട്ട് 500 കിലോമീറ്റർ ആക്കി. അത് ലോങ് റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ. പിന്നീട് നമ്മൾ വീണ്ടും വർദ്ധിപ്പിച്ചു. അത് ഹൈപ്പർസോണിക് അല്ല, സോറി, സൂപ്പർസോണിക്. വീണ്ടും അത് നമ്മൾ റേഞ്ച് വർദ്ധിപ്പിച്ചപ്പോൾ അത് 700 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ ആക്രമിച്ച് തകർക്കാൻ പറ്റുന്ന കപ്പൽ വേധ മിസൈലായിട്ട് ബ്രഹ്മോസ് മാറി. അപ്പൊ ഈ 3 വെർഷനും നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. 3 നമ്മുടെ കൈവശമുണ്ട്. ഇന്ത്യയുടെ മിക്ക സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളും അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഡിസ്ട്രോയറുകളും ഒക്കെ തന്നെ ഈ ബ്രഹ്മോസ്, അതിൽ ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 6-7 ബ്രഹ്മോസ് എങ്കിലും കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഉയർത്തുന്ന വെല്ലുവിളി ചൈനയെ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നു കയറി ഇവിടെ അതിക്രമങ്ങൾ നടത്തുന്നതിൽ നിന്ന് ചൈനയെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഈ ബ്രഹ്മോസ് മിസൈലിന്റെ അടിസ്ഥാന വെർഷൻ നമ്മൾ ചൈനയുടെ ശത്രുക്കളും ആയിട്ടുള്ള ഫിലിപ്പൈൻസ്, അതുപോലെ തന്നെ വിയറ്റ്നാം, ഏറ്റവും ഒടുവിൽ ഇന്തോനേഷ്യ, ഇങ്ങനെ 3 രാജ്യങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്തോനേഷ്യക്ക് പൂർണ്ണമായിട്ട് കൈമാറിയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ബാക്കി 2 രാജ്യങ്ങളും ഈ ബ്രഹ്മോസ് വാങ്ങിച്ച് അവരുടെ കപ്പലുകളിൽ അത് ഓപ്പറേഷണലൈസ് ചെയ്തിരിക്കുകയാണ്. അല്ല, ഈ അപ്പോ ഇന്തോനേഷ്യ സ്വാഭാവികമായിട്ടും ഇത് സാർ, ഇന്തോനേഷ്യയിൽ കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന കരാറൊക്കെ ഉണ്ടായില്ല? നമ്മുടെ നേവിയുടെ കപ്പലുകൾ ഇന്തോനേഷ്യയുടെ പോർട്ടിൽ അടുപ്പിക്കാനും മറ്റും ഉള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അതെ 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 അതെ. പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് അവിടെ സന്ദർശിച്ചപ്പോഴാണ്, അത് പഴയ ഒരു കരാറാണ്. പക്ഷെ ആ കരാർ ഇടയ്ക്ക് അത് വേണ്ട രീതിയിൽ അത് മുന്നോട്ട് പോയിട്ടില്ലായിരുന്നു. പക്ഷെ അത് വീണ്ടും സജീവമാക്കി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ആ കരാറ് സജീവമായി. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നേവിക്ക് അവിടെ ഒരു സാന്നിധ്യവും പല രീതിയിലുള്ള ലോജിസ്റ്റിക് സപ്പോർട്ടും ഒക്കെ തന്നെ അവിടുന്ന് ലഭിക്കും. തീർച്ചയായിട്ടും അതൊരു, നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ്. അത് ഈ തെക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ, ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളെക്ക് ഈ ബ്രഹ്മോസ് മിസൈൽ കൊടുക്കുന്നത് തന്നെ ചൈനയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചൈനീസ് കപ്പലുകളും അവരുടെ കപ്പലുകളും തമ്മിൽ നിരന്തരമായ സംഘർഷം പലതും ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ തന്നെ അവർക്ക് ചൈനയെ പ്രതിരോധിക്കാൻ ഒരു മാർഗവുമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ശരിയായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് നാശനഷ്ടം ഉണ്ടാവും. ബ്രഹ്മോസിനെ തടുക്കാൻ തൽക്കാലം ചൈനയുടെ കയ്യിൽ മാർഗമൊന്നുമില്ല. അപ്പോൾ ബ്രഹ്മോസ് അതിന്റെ തുടക്കം. ഇനി അടുത്ത ഏറ്റവും മാരകമായ ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വികസിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല, എങ്കിലും അത് കുറെ മിസൈലുകൾ നമ്മൾ ഇപ്പോൾ തന്നെ നിർമ്മിച്ച് ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ട്. ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ. ഈ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള കൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് ആ മിസൈൽ വിക്ഷേപണം തൊട്ട് തന്നെ ഒരു മാക്ക് 6 ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗത സഞ്ചരിക്കുന്ന 1500 കിലോമീറ്റർ തൽക്കാലം ദൂരപരിധിയുള്ള, അതായത് തൽക്കാലം ഞാൻ പറഞ്ഞ വരും ദിവസങ്ങളിൽ ഇതിന്റെ 4000 കിലോമീറ്ററോളം ദൂരപരിധിയായിട്ട് ഇത് വർദ്ധിപ്പിക്കുകയാണ്. അപ്പോ ഈ മിസൈല്, സൂപ്പർസോണിക് മിസൈൽ തടുക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഹൈപ്പർസോണിക് മിസൈൽ തടുക്കാൻ പറ്റുന്നത്? പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത് ഇന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും ഹൈപ്പർസോണിക് മിസൈൽ പ്രതിരോധ സംവിധാനമില്ല. ഇന്ത്യ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കഴിഞ്ഞൊരു ചർച്ചയിൽ അത് നമ്മൾ പരാമർശിച്ചിരുന്നു. അതിനെക്കുറിച്ച് തന്നെ നമ്മളൊരു ചർച്ച ചെയ്തിരുന്നു. അത് സ്വാഭാവികമായിട്ടും ആ ഹൈപ്പർസോണിക് മിസൈല് കുറെ എണ്ണം ഇപ്പോൾ തന്നെ ഇന്ത്യ നിർമ്മിച്ച് നമ്മൾ ഓപ്പറേഷണലൈസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന മിസൈലാണ്. 1 ടണ്ണിലധികം സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യാനുള്ള മിസൈൽ. അതായത് ചൈനയുടെ ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ ചൈനയ്ക്ക് ഇപ്പോൾ തന്നെ 3 വിമാനവാഹിനി കപ്പലുകൾ ഓപ്പറേഷണലൈസ് ചെയ്തിരിക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം അമേരിക്കയുടെ ഒക്കെ കൈവശമുള്ള വിമാനവാഹിനി കപ്പൽ പോലെ ഏതാണ്ട് 60,000 ടൺ ഭാരമുള്ള ഒരു വലിയ വിമാനവാഹിനി കപ്പലാണ്. ഇപ്പൊ ചൈന പദ്ധതി ഇടുന്നത് 1,00,000 ടൺ ഭാരമുള്ള ഒരു വിമാനവാഹിനി കപ്പൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ നേരിടാൻ എന്തായാലും ഒന്നിനും പറ്റില്ല.
അത്ര ഊർജം ഒരു വാർഹെഡ് ഇല്ലെങ്കിൽ പോലും അതിന് ഒരു വിമാനവാഹിനി കപ്പലിനെ നെടുകെ പിളർത്താൻ പറ്റും. അപ്പൊ അത്തരം ഒരു ആയുധം നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മൾ ചൈനയുടെ ചെറിയ കപ്പലുകൾക്ക് നേരെ പ്രയോഗിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും പ്രയോഗിക്കുന്ന നേവൽ ആന്റിഷിപ്പ് മിസൈലാണ്. അത് മീഡിയം റേഞ്ച് നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ച് എന്നാണ് അത് പറയുന്നത്. അതിന് ഏതാണ്ട് 80 തൊട്ട് 100 കിലോമീറ്റർ വരെ മാത്രമേ റേഞ്ചുള്ള മിസൈലാണ്. അത് സ്കിമ്മിങ് എന്ന് പറഞ്ഞ സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു വെറും 5 മീറ്റർ ഒക്കെ അല്ലെ 5 തൊട്ട് 10 മീറ്റർ വരെ മാത്രം കടൽ നിരപ്പിൽ നിന്നും ഉയരത്തിൽ പറക്കുന്ന, കടലിനോട് ചേർന്ന് പറക്കുന്ന കപ്പലുകളുടെ റഡാറിന് പോലും കാണാൻ പറ്റാത്ത സ്റ്റെൽത്ത് ക്വാളിറ്റികളുള്ള ഒരു മിസൈലാണ്. ആ മിസൈല് ഇന്ത്യയുടെ MH-64 റോമിയോ ഹെലികോപ്റ്ററുകളിൽ നിന്നും ഒക്കെ വിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ പ്രചണ്ഡ് എന്ന അറ്റാക്ക് ഹെലികോപ്റ്ററിൽ നിന്നും അത് വിക്ഷേപിക്കാം. സ്വാഭാവികമായിട്ടും ചൈനയുടെ ചെറിയ കപ്പലുകൾക്ക് നേരെയും ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾക്ക് നേരെയും ഒക്കെയുള്ള ഒരു പ്രതിരോധമാണത്. അത് ഇപ്പോൾ തന്നെ ഓപ്പറേഷണലൈസ് ആയിട്ടുള്ള ഒരു മിസൈലാണ്. പിന്നീട് നമ്മളിപ്പോൾ മറ്റൊരു മിസൈൽ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്ലൈഡ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സൂപ്പർസോണിക് മിസൈലാണ്. ഗ്ലൈഡ് ഫയർ ഏതാണ്ട് ബ്രഹ്മോസിന്റെ അതേ വേഗതയാണ്. ബ്രഹ്മോസിനും മാക് 2.8 തൊട്ട് 3 വരെയാണ്. പക്ഷെ ഗ്ലൈഡ് ഫയർ മാക് 3യിലാണ് ടെർമിനൽ സ്റ്റേജിൽ പറക്കുന്നത്. ഗ്ലൈഡ് ഫയറിന്റെ ഒരു ബ്രഹ്മോസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഗ്ലൈഡ് ഫയർ എന്നൊരു ചോദ്യം വരും. ബ്രഹ്മോസിനേക്കാൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു മിസൈലാണ് ഗ്ലൈഡ് ഫയർ. ഇതിന് ബ്രഹ്മോസിന്റെ 1/3 ചെലവേ ഉണ്ടാകത്തുള്ളൂ. അതായത് ഇപ്പം ഒരു 40 കോടി രൂപ 25 കോടി രൂപയാണ് ഒരു ബ്രഹ്മോസിന്റെ വിലയെങ്കിൽ ഒരു ഗ്ലൈഡ് ഫയറിന് ചിലപ്പോൾ 8 കോടി രൂപയിൽ താഴെയായിരിക്കും വില. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതൊരു ബ്രഹ്മോസ് ഒരെണ്ണം പ്രയോഗിക്കേണ്ടിടത്ത് ഒരുപക്ഷെ ഇത് ഒന്നിലധികം പ്രയോഗിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തരും. അതാണ് ഇത്തരം ആയുധങ്ങളുടെ പ്രത്യേകത. ഇത് ഒരു 2 തരത്തിലുള്ള എഞ്ചിൻ കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് ബ്രഹ്മോസ് തുടക്കത്തിൽ തന്നെ മാക് 3 മാക് 2.8 വേഗത അച്ചീവ്. പക്ഷെ ഇതിന് തുടക്കത്തിൽ ആ വേഗതയില്ല. ഇത് തുടക്കത്തിൽ ഏതാണ്ട് ഒരു 1.8 മാക് വേഗതയിൽ പോയിട്ട് ശത്രുവിന്റെ കപ്പലുകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ അടുത്തേക്ക് എത്തുമ്പോൾ 100 കിലോമീറ്റർ ആണ് അത് ഞാൻ പറഞ്ഞ അതിന്റെ പരിധി. എത്തുമ്പോഴേക്കും ഇത് പെട്ടെന്ന് സൂപ്പർസോണിക് വേഗത കൈവരിക്കും. അതെന്തെന്നാൽ ഇതൊരു 2 സ്റ്റേജ് മിസൈലാണ്. ആദ്യ ഭാഗം ടർബോജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നു. ടർബോജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ച് ആദ്യ ഭാഗം തീരുമ്പോൾ രണ്ടാം ഭാഗം പ്രവർത്തിച്ചു തുടങ്ങും. അവിടെ ഒരു സോളിഡ് പ്രൊപ്പല്ലന്റ് റോക്കറ്റ് ബൂസ്റ്ററാണ്. അപ്പൊ ഈ വരുന്ന വേഗതയോടെ ഈ റോക്കറ്റിന്റെ ബൂസ്റ്ററോടെ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സൂപ്പർസോണിക് വേഗതയാവും. അങ്ങനെ സൂപ്പർസോണിക് വേഗത കൈവരിച്ച് അവസാന ഘട്ടത്തിൽ ഇത് ശരിക്കും മാനുവറബിൾ ആയിട്ടുള്ള, അതായത് അതിന്റെ ലക്ഷ്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അത് കരണം അറിയാനോ ചുറ്റിക്കറങ്ങാനോ ഒക്കെ ശേഷിയുള്ള ഒരു യഥാർത്ഥ സൂപ്പർസോണിക് മിസൈലായിട്ട് അത് മാറും. അതിന്റെ ചിറകുകൾ അവിടെ വെച്ചിട്ട് ഫിന്നുകൾ ഓപ്പൺ ആവുകയാണ്. റാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ ചെലവ് കുറയാനുള്ള ഏറ്റവും വലിയ കാരണം. റാംജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ വലിയ ചെലവാണ്. റാംജെറ്റ് എഞ്ചിൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഈ ഒരു കുറഞ്ഞ ചെലവ് ഈ മിസൈൽ നിർമ്മിക്കാൻ നമുക്ക് പറ്റിയത്. ഇതിന്റെ പരീക്ഷണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വകാര്യ മേഖലയുടെ സഹായത്തോടു കൂടിയാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത്. ബേസ് വെർഷൻ, അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ബ്രഹ്മോസിന്റെ ബേസ് വെർഷൻ എന്നത് 300 കിലോമീറ്റർ 290-300 കിലോമീറ്റർ ആണ് അതിന്റെ ദൂരപരിധി. അതേ ദൂരപരിധിയാണ് ഈ ഗ്ലൈഡ് ഫയർ മിസൈലിനും ഉള്ളത്. ഏതാണ്ട് 200 കിലോ സ്ഫോടക വസ്തു വാർഹെഡ് ക്യാരി ചെയ്യാൻ പറ്റും. ബ്രഹ്മോസിനെ അപേക്ഷിച്ച് മിസൈലിന്റെ ഭാരം വളരെ കുറവാണ്. ഏതാണ്ട് മൊത്തം ഈ മിസൈലിന്റെ ഗ്ലൈഡ് ഫയറിന്റെ ഭാരം ഒരു 800-900 കിലോ മാത്രമേ വരൂ. ഒരു ബ്രഹ്മോസ് സാധാരണ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ ഭാരം ഏതാണ്ട് 2.5 ടണ്ണാണ്. അതിന്റെ ഭാരം കുറഞ്ഞ വെർഷന് പോലും 1.5 ടണ്ണോളം ഭാരമുണ്ട്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ്, കുറഞ്ഞ ഭാരം ഉള്ള ഒരു മിസൈൽ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇത് സ്വകാര്യ മേഖലയുടെ സഹായത്തോടുകൂടി നിരവധി ഒരേ സമയം 2-3 കമ്പനികളെ കൊണ്ട് നിർമ്മിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെക്നോളജി DRDO വികസിപ്പിച്ചെടുത്തതാണ്. ഇതൊക്കെ കൂടാതെ നമുക്ക് ഈ ലോങ് റേഞ്ച് ടോർപിഡോ ഉണ്ട്. അതായത് ഒരു മിസൈൽ എയ്ഡഡ്
ടോർപിഡോ ഉണ്ട്. ഒരു മിസൈലിന്റെ സഹായത്തോടു കൂടി ഒരു ടോർപിഡോ 400-500 കിലോമീറ്റർ അപ്പുറത്ത്, 500 കിലോമീറ്ററിന് അപ്പുറം ഉള്ള കപ്പലിനെ പോലും ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ആ മിസൈല് ഒരു ടോർപിഡോ ക്യാരിയും അത് ആ 500 കിലോമീറ്റർ കപ്പലിന് അടുത്തെത്തുമ്പോഴേക്കും ഇതിന്റെ സെൻസറുകൾ തിരിച്ചറിയുന്നു. ഒരു 100 കിലോമീറ്റർ ഒക്കെ അകലെ വെച്ചിട്ട് ഈ ടോർപിഡോ അവിടെ ഡ്രോപ്പ് ചെയ്യുക. പിന്നീട് ടോർപിഡോ ഇൻഡിപെൻഡന്റ് ആയിട്ട് കടലിലൂടെ പോയിട്ട് ആ കപ്പലിനെ തകർക്കും. അപ്പം നമുക്ക് നമ്മുടെ ഒരു പരിമിതി നമ്മൾ മനസ്സിലാക്കി, നമുക്ക് ചൈനയുടെ അത്രയും നാവിക കപ്പൽ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോ മറ്റൊരു രാജ്യം ആക്രമിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ലോകത്തെ എല്ലാ കടലുകളും കീഴടക്കുക എന്നുള്ളതല്ല തൽക്കാലം നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ 3 ഭാഗത്തുമുള്ള, അതായത് പടിഞ്ഞാറുള്ള അറേബ്യൻ കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, 3 ഭാഗത്തും അതുവഴിയുള്ള ആക്രമണങ്ങളെ പൂർണ്ണമായിട്ട് പ്രതിരോധിക്കാനും അവിടെ നമ്മുടെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പാക്കാനും അതിന് തീർച്ചയായിട്ടും ഉള്ള ശേഷി ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇന്ത്യ എന്ന് വെച്ചിട്ട് നാവിക യുദ്ധക്കപ്പലുകളുടെ എണ്ണം കുറയ്ക്കുന്നു എന്നൊന്നും നമ്മൾ കരുതണ്ട. യുദ്ധക്കപ്പലുകൾ അതിവേഗം നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഓരോ 40 ദിവസവും നമ്മൾ 2 യുദ്ധക്കപ്പലുകൾ വെച്ച് ഇപ്പൊ നീറ്റിലിറക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ഒരു 1.5 വർഷത്തിനുള്ളിൽ നമ്മുടെ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 200 വർദ്ധിക്കും. നമ്മളെ അന്തർവാഹിനികളുടെ കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള അണ്വായുധം കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികളും ഉൾപ്പെടെ, അതിൽ തന്നെ SSBN എന്ന് പറയുന്ന ഷിപ്പ് സബ്മേർസിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ എന്ന നേവിയുടെ സാങ്കേതിക വാക്കുള്ള, അതായത് ബാലിസ്റ്റിക് മിസൈൽ വഹിക്കുന്ന അന്തർവാഹിനികളും അതുപോലെ ആക്രമണം നടത്തുന്ന SSN ഷിപ്പ് സബ്മേർസിബിൾ ന്യൂക്ലിയർ എന്ന SSNകളും രണ്ടും SSBN ഇപ്പോൾ നമുക്ക് 4 ഓപ്പറേഷനിലാണ്. SSN നമ്മൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അന്തർവാഹിനികളുടെ എണ്ണം കുത്തനെ ഒരു 2032 കൂടി ഏതാണ്ട് 40ഓളം അന്തർവാഹിനികൾ നമ്മൾ ഓപ്പറേഷണലൈസ് ചെയ്തിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചൈനയുമായിട്ടുള്ള യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിലും അന്തർവാഹിനികളുടെ എണ്ണത്തിലുള്ള അന്തരം അതിവേഗം കുറയ്ക്കുന്നതിനോടൊപ്പം അതുവരെയും നമ്മൾ പിടിച്ചു നിൽക്കാനും അതുവരെയും ചൈനയെ ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് പ്രതിരോധിക്കാനും ഒരുപക്ഷെ നമ്മുടെ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് ഇപ്പോൾ അത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ നേവിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇപ്പൊ കപ്പൽ നിർമ്മാണം മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കും നമ്മൾ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്നു. അതെ അതെ തീർച്ചയായിട്ടും. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടെ ഒരു എയർഫീൽഡും, അതായത് പൂർണ്ണ സജ്ജമുള്ള 3 കിലോമീറ്റർ നീളമുള്ള ഒരു റൺവേ ഉള്ള ഒരു എയർപോർട്ടും അതുപോലെ തന്നെ പൂർണ്ണ സജ്ജമായ രീതിയിലുള്ള ഒരു ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള ഒരു പോർട്ടും അവിടെ ഉയർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ എല്ലാ തരത്തിലുള്ള കപ്പലുകൾക്കും അവിടെ നിലയുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം. പിന്നെ മാത്രമല്ല, സുരക്ഷിതമായിട്ട് അന്തർവാഹിനികൾക്ക് അവരെ അത് സൂക്ഷിക്കാനുള്ള ഈ മലകൾ തുരന്നിട്ട് അകത്തേക്ക് കയറി പോകുന്ന തരത്തിലുള്ള കേന്ദ്രങ്ങളും അവിടെയാണ്. ഇറാന് സത്യത്തിൽ ഇപ്പോഴത്തെ യുദ്ധത്തില് ഇറാന്റെ അവശേഷിക്കുന്ന ചെറിയ അന്തർവാഹിനികളുണ്ട്, മിജറ്റ് സബ്മറൈൻസ്, അതൊക്കെ സൂക്ഷിക്കുന്ന ഇത്തരം ക്രേറ്ററുകളിലാണ്. ഈ മലയിടുക്കുകൾ പണിയുന്ന, ഭൂമി തുറന്ന് അകത്തേക്ക് കയറി പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഈ പോർട്ടുകൾ, അതുപോലെ ഈ അന്തർവാഹിനികൾക്ക് വേണ്ടിയുള്ള പാർക്കിംഗ് സ്പേസസ്, ഇതെല്ലാം തന്നെ അവിടെ സജ്ജമാവുകയാണ്. അതുപോലെ തന്നെയാണ് ലക്ഷദ്വീപിലും സമാനമായിട്ട് ഇന്ത്യൻ നേവിയുടെ ഒരു വലിയ ഒരു തുറമുഖം അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഓൾറെഡി. അപ്പൊ പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ ബംഗാൾ ഉൾക്കടലിലും നമ്മൾ വലിയ ശക്തമായിട്ടുള്ള, അതായത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് ന്യൂക്ലിയർ സബ്മറൈൻസ് അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, വിശാഖപട്ടണത്താണ്. അവിടെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള വളരെ സുരക്ഷിതമായിട്ട് അന്തർവാഹിനികളെ ഏതൊരു ന്യൂക്ലിയർ ആക്രമണത്തിൽ നിന്ന് പോലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ്, പാർക്കിംഗ് സ്പേസസ് ആണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഈ ഒരു മിസൈലുകളുടെ സഹായത്തോടുകൂടി തൽക്കാലം നമ്മളുടെ ഒരു നേവൽ സ്ട്രെങ്ത്, ഞാൻ ഈ പറഞ്ഞ അന്തർവാഹിനികൾ 40 എണ്ണവും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾ 200 എന്നുള്ളത് ഒരു 2029 ആകുമ്പോഴേക്കും നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. വരുന്ന വർഷങ്ങളിൽ ഏതാണ്ട് 400ഓളം യുദ്ധക്കപ്പലുകൾ ഇന്ത്യ സജ്ജമാക്കുമെന്നാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ചൈനയ്ക്ക് എതിരെ കൃത്യമായ ഒരു പ്രതിരോധ
സംവിധാനം നമുക്കുണ്ട്. ചൈനയുടെ എണ്ണം കൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ തൽക്കാലം ചൈന എണ്ണത്തിൽ നമ്മളെക്കാൾ വളരെ മുന്നിലാണെന്ന യാഥാർത്ഥ്യം അത് നമ്മൾ മറക്കുകയും ചെയ്യണ്ട. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ന് PLA. എന്തായാലും ശരി, ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം.